വാട്ടർ ഫ്ലോട്ടിംഗ് സ്വിച്ചിൽ 3 നിറത്തിലുള്ള വയറുകളാണുള്ളത്. വീടിന് മുകളിലുള്ള വാട്ടർ ടാങ്ക് നിറയുമ്പോൾ ഓഫ് ആകാനും ടാങ്ക് കാലിയാകുമ്പോൾ ഓൺ ആകാനും കറുപ്പ്, പച്ച വയറുകളാണ് ഉപയോഗിക്കുക. അതുപോലെ വീടിന് താഴെയുള്ള വാട്ടർ ടാങ്ക് നിറയുമ്പോൾ ഓൺ ആകാനും ടാങ്ക് കാലിയാകുമ്പോൾ ഓഫ് ആകാനും വേണ്ടി കറുപ്പ്, ചുവപ്പ് വയറുകളും ആണ് ഉപയോഗിക്കാറുള്ളത്. വാട്ടർ ടാങ്കിന്റെ വശങ്ങളിലോ അടിഭാഗത്തോ ഫ്ലോട്ടിംഗ് ബോൾ മുട്ടാത്ത വിധത്തിൽ ഫ്ലോട്ടിംഗ് സ്വിച്ച് വാട്ടർ ടാങ്കിനകത്ത് സ്ഥാപിക്കണം. മോട്ടറിലേക്കുള്ള വൈദ്യുതി ലൈനുമായി ഫ്ലോട്ടിംഗ് സ്വിച്ച് ബന്ധിപ്പിക്കുന്ന സുരക്ഷിതമായ രൂപമാണ് താഴെ വിവരിക്കുന്നത്. മോട്ടറിന്റെ സ്വിച്ചിൽ നിന്നും വരുന്ന ന്യൂട്രൽ വയർ നേരിട്ട് മോട്ടറിലെ ഒരു വയറുമായി ബന്ധിപ്പിക്കണം. മോട്ടറിലെ രണ്ടാമത്തെ വയറിൽ നിന്നും ഫ്ലോട്ടിംഗ് സ്വിച്ചിലെ കറുത്ത വയറിലേക്ക് ഒരു കണക്ഷൻ നൽകണം. അതിനുശേഷം ഫ്ലോട്ടിംഗ് സ്വിച്ചിലെ പച്ച വയറിൽ നിന്നും മോട്ടറിന്റെ സ്വിച്ചിലുള്ള ഫേസ് ടെർമിനലിലേക്ക് ഒരു വയറുമായി ബന്ധിപ്പിക്കണം. ഇത്രയും ചെയ്താൽ ഫ്ലോട്ട് സ്വിച്ചുമായി മോട്ടോർ ബന്ധിപ്പിക്കുന്ന രൂപം പൂർത്തിയായി. ഫ്ലോട്ട് സ്വിച്ചിനൊപ്പമുള്ള മഞ്ഞ നിറത്തിലുള്ള വെയിറ്റാണ് സ്വിച്ച് എപ്പോൾ പ്രവർത്തിക്കണമെന്ന് നിശ്ചയിക്കുന്നത്. ടാങ്കിൽ മോട്ടോർ എത്ര അളവ് വെള്ളം ബാക്കിയുള്ളപ്പോൾ ഓൺ ആകണം എന്ന് തീരുമാനിച്ച ശേഷം അതിനനുസരിച്ച് വെയിറ്റ് ക്രമീകരിക്കണം. സാധാരണയായി ഫ്ലോട്ട് ബോളിൽ നിന്നും 10 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ അകലത്തിൽ വെയിറ്റ് ഉറപ്പിക്കാം. ബോൾ വെയിറ്റിന് മുകളിൽ നിൽക്കുമ്പോൾ മോട്ടോർ ഓഫ് ആവുകയും വെള്ളം താഴ്ന്ന് ബോൾ താഴേക്ക് തൂങ്ങിക്കിടക്കുമ്പോൾ മോട്ടോർ ഓൺ ആവുകയും ചെയ്യും. ഫ്ലോട്ടിംഗ് സ്വിച്ചിന്റെ വയർ ഫ്ലോട്ടിംഗ് വാൾ ടാങ്കിന്റെ അടിത്തട്ടിൽ തട്ടാത്ത വിധത്തിൽ മുകളിൽ ഉറപ്പിച്ച് കെട്ടിവയ്ക്കുക. ഈ സ്വിച്ച് സാധാരണയായി 10 ആംപിയർ മുതൽ 16 ആംപിയർ വരെ ലോഡ് താങ്ങാൻ ശേഷിയുള്ളതാണ്. 1 HP വരെയുള്ള മോട്ടോറുകൾ നേരിട്ട് ഈ ഫ്ലോട്ടിംഗ് സ്വിച്ച് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം. താഴെയുള്ള വാട്സ്ആപ്പ് ബട്ടൺ ഉപയോഗിച്ച് ഫ്ലോട്ടിംഗ് സ്വിച്ച് ഓർഡർ നൽകാവുന്നതാണ്.